സഞ്ജയുടെയും പാർവതിയുടെയും വെഡ്ഡിങ് കൂടാൻ വേണ്ടിയിട്ട് ഞാനും അജിനും റെഡി ആയിട്ട് പോവുകയാണ്. നമ്മൾ ഹോളിലെത്തി, ഫ്രണ്ട്സ് എല്ലാവരും ഹോളിനുള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഓടിപ്പോയി. മുഹൂർത്തം ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക്. കല്യാണത്തിൻ്റെ ചടങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഫൈനലി നമ്മുടെ സഞ്ജയും പാർവതിയും വിവാഹിതരായിരിക്കുകയാണ്. അതിനുശേഷം എന്താ ഫോട്ടോ എടുപ്പ്, അത് മസ്റ്റാണല്ലോ. അതിന് മുമ്പ് ഞങ്ങൾ ലുക്കൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അതിനുശേഷം പോയി ഫോട്ടോസ് എടുത്ത് അവർക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ താഴെ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഹാജർ വെച്ചിട്ടുണ്ട്. ഇനി വേണം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മളിങ്ങനെ കത്തി വെച്ച് വെളിയിൽ നിൽക്കുമായിരുന്നു. എല്ലാവരും ഉണ്ട്, എല്ലാവരും പല പല സൈഡിൽ നിൽക്കുമായിരുന്നു. എല്ലാവരും കൂടെ ഒന്ന് എത്തിയിട്ട് വേണം ഗ്രൂപ്പ് ഫോട്ടോ അങ്ങോട്ട് എടുക്കാൻ. അതിലൊരു വണക്കമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് അഖിലും അജിനും ഏകദേശം സെയിം ഡ്രസ്സ് ഇട്ടൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേജിൽ കയറി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. നല്ലൊരു എനർജി ഗ്രൂപ്പ് ഫോട്ടോ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും എനർജി പോയായിരുന്നു. വേഗം പോയി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നമ്മുടെ കല്യാണ സദ്യ ചെക്കനും പെണ്ണുമൊക്കെ ഇരിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ പോയി നല്ല ചോറും നല്ല കറികളും ഒക്കെ ആയിട്ട് കേരള സദ്യ അങ്ങോട്ട് കഴിച്ചു. ഇന്ന് എൻ്റെ കൂടെ സദ്യ പാർട്ണർ അതിലും അഖിലും അജിനും ഒക്കെ തന്നെയാണ്. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചു. സദ്യയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട് പായസം തന്നെയാണ്. അങ്ങനെ പായസം കൂടെ കഴിച്ച് നമ്മൾ നമ്മുടെ സദ്യ അങ്ങോട്ട് അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കനും പെണ്ണും ഫുഡ് കഴിക്കാൻ എത്തിയായിരുന്നു. പാർവതിയും സഞ്ജയും വന്നു. അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ബായും പറഞ്ഞ് വെളിയിലോട്ട് പോണു. വെളിയിലെത്തിയത് നമ്മൾ നമ്മുടെ ഫോട്ടോഷൂട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. സിംഗിളും കപ്പിളും ഗ്രൂപ്പും ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോ സെക്ഷൻ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചിറങ്ങി. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഫ്രണ്ട്സിനെ പിന്നെയും കണ്ടു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ നേരം ആ വഴിയിൽ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയായിരുന്നു. ഓരോരുത്തരായിട്ട് പോകാൻ വേണ്ടി പൊഴിഞ്ഞു തുടങ്ങി. ബൈ പറഞ്ഞ് വിട്ടെല്ലാവരെയും. ലാസ്റ്റ് എനിക്ക് എൻ്റെ കരിക്ക് കിട്ടിയത്. അത് ഞാൻ മെല്ലെ ആസ്വദിച്ച് നിന്ന് കുടിക്കുകയാണ്. കൂട്ടത്തിങ്ങനെ കത്തിവെപ്പുമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്.